ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. തിയേറ്ററുകളിൽ മികച്ച പ്രകടനവുമായി മുന്നേറുകയാണ് സൂക്ഷ്മദർശിനി. ബേസിൽ ജോസഫ്, നസ്രിയ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി MC ജിതിൻ സംവിധാനം ചെയ്ത ചിത്രമാണ് സൂക്ഷ്മദർശിനി. ഈ ചിത്രത്തിൽ പ്രിയദർശിനി എന്ന വീട്ടമ്മയുടെയും അയൽവാസിയായ മനുവിന്റെയും കഥയാണ് പറയുന്നത്. സൂക്ഷ്മദർശിനി എന്ന ചിത്രത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു MC ജിതിൻ. ആൽഫ്രഡ് ഹിച്ച്കോക്ക് ആരാധകനാണ് താനെന്നും അദ്ദേഹത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് സൂക്ഷ്മദർശിനിയുടെ കഥ ഉണ്ടായതെന്നും ജിതിൻ പറഞ്ഞു. സിനിമയുടെ ചർച്ച നടക്കുമ്പോൾ തന്നെ വനിതാ ഡിറ്റക്റ്റീവായിരുന്നു മനസ്സിലെന്നും നസ്രിയയുടെ പേര് പറയുന്നത് നിർമ്മാതാക്കളിൽ ഒരാളായ സമീർ താഹിർ ആയിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. MC ജിതിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: മലയാളത്തിൽ കൂടുതലും നമ്മൾ കണ്ട് ശീലിച്ചത് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചിത്രങ്ങളാണ്. ഒരു ക്രൈം നടക്കുന്നു, അത് തെളിയിക്കാനുള്ള അന്വേഷണം എന്ന പാറ്റേൺ. ഞാനൊരു ആൽഫ്രഡ് ഹിച്ച്കോക്ക് ആരാധകനായതുകൊണ്ട് അദ്ദേഹത്തിന്റെ കഥകളിൽ നിന്നുള്ള പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ രീതിയിൽ കഥ പറയാൻ എന്നെ സഹായിച്ചത്. പരമാവധി വിവരങ്ങൾ നൽകുകയും അതേസമയം കഥാഗതിയുടെ നിഗൂഢത നിലനിർത്തുകയും ചെയ്യാനാണ് ശ്രമിച്ചിരിക്കുന്നത്. സത്യനന്ദിക്കാട് ശൈലിയിലുള്ള ചിത്രങ്ങളിൽ എന്തുകൊണ്ട് മിസ്റ്ററി പറഞ്ഞുകൂടാ എന്ന ചിന്തയും ഒരു വനിതാ ഡിറ്റക്റ്റീവിനെ അവതരിപ്പിക്കണമെന്ന ആഗ്രഹവും സൂക്ഷ്മദർശിനിയുടെ ആശയത്തിന് കരുത്തേകി. സിനിമയുടെ ചർച്ച നടക്കുമ്പോൾ തന്നെ ഇതു സ്ത്രീ കഥാപാത്രങ്ങളുടെ വീക്ഷണകോണിൽ പറയണമെന്നും എല്ലാ സ്ത്രീ കഥാപാത്രങ്ങൾക്കും പ്രാധാന്യം ഉറപ്പുണ്ടാകണമെന്നും എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. സ്ത്രീ കഥാപാത്രങ്ങളെ കേന്ദ്രീകരിച്ചാണ് സിനിമ പൂർണ്ണമായും മുന്നോട്ട് കൊണ്ടുപോയത്. ഇതിൽ ബേസിൽ അവതരിപ്പിച്ച കഥാപാത്രത്തിനായി മറ്റൊരു നടനെയാണ് ആദ്യം സമീപിച്ചത്. അത് പക്ഷേ നടന്നില്ല. പിന്നെയാണ് നായികയെ അന്വേഷിക്കാൻ തുടങ്ങിയത്. അപ്പോൾ നിർമ്മാതാക്കളിൽ ഒരാളായ സമീർ താഹിറാണ് നസ്രിയയുടെ പേര് പറയുന്നത്. കഥാപാത്രത്തിന്റെ പ്രകടനത്തിലേക്ക് നസ്രിയയെ കൊണ്ടുവരിക എന്നതായിരുന്നു പ്രധാന വെല്ലുവിളി. ഞങ്ങൾ ഉദ്ദേശിച്ചതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം നടന്നു, MC ജിതിൻ പറഞ്ഞു. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്.